ഡിസ്റ്റവർ തുടരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഖത്തറിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളിൽ ഇതുവരെ 16 പേർക്ക് പരിക്കേറ്റു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് ദോഹയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഇന്നീ പകൽ എന്താണ് ഖത്തറിൽ സംഭവിച്ചത്? ഇന്നലെ രാത്രിയൊക്കെ നിരന്തരം ഡ്രോണുകൾ വരികയും അത് പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ കൃത്യമായ ശബ്ദങ്ങളും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ അവിടുത്തെ പ്രവാസികളടക്കം നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നീ പകലിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? സൈഫുദ്ദീൻ, വളരെ ആശ്വാസകരമായ ഒരു പകലും സായന്തനവുമാണ് കടന്നു പോകുന്നത്. ഈ രാത്രിയും അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നിലവിൽ ഖത്തറിലുള്ളവരുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ ഒരു ചെറിയ ആക്രമണം ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ ഖത്തറിൽ നിലവിൽ ഈ ദീർഘിച്ച മണിക്കൂറുകളിൽ ഇതുവരെ അക്രമ സംഭവങ്ങൾ, ഇതുവരെ മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 11ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമ്മളും ഇത്തരം ശബ്ദങ്ങൾ കേട്ടു. ഖത്തറിന് സൈഫുവിന് അറിയാമല്ലോ, വളരെ ചെറിയൊരു പ്രദേശമാണ്. നമ്മൾക്ക് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് തന്നെ മിസൈൽ പോകുന്നതും ആ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും കാണാം. അങ്ങനെയുള്ള രാവിലെ ചില ഈ മിസൈൽ ഇന്റർസെപ്ഷനുകൾ ഒഴിച്ചാൽ, അതിൻ്റെ ശബ്ദങ്ങൾ ഒഴിച്ചാൽ പിന്നീട് ശാന്തമായിരുന്നു ഖത്തർ. പതിവ് പോലെയായിരുന്നു ജനജീവിതം. എന്നാൽ നല്ല ഇൻസ്ട്രക്ഷൻസ്, കർശനമായ ഇൻസ്ട്രക്ഷൻസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അത്യാവശ്യങ്ങൾക്കല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും പുറത്തിറങ്ങരുത് എന്നുള്ളതാണ്. ഇൻഡോറിൽ തന്നെ, താമസ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് പതിക്കുന്ന ചീളുകൾ, ഇതിൻ്റെ അടുത്തേക്ക് ഒരിക്കൽ പോലും പോകരുത്, അതിനെ സ്പർശിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടിയുണ്ട്.